സെൻസസ് ഡ്യൂട്ടിക്കിടെ അധ്യാപകർക്കുണ്ടാവുന്ന പല വിധത്തിലുള്ള ദുരനുഭവങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇടുക്കി കട്ടപ്പനയിൽ നിന്ന് വന്ന ഒരു വാർത്ത എന്നത് ഈ ഡ്യൂട്ടിക്കിടയിൽ വീട്ടിൽ പോയപ്പോൾ ഒരു വളർത്തുനായയുടെ കടിയേറ്റ് അധ്യാപികയ്ക്ക് പരിക്കേറ്റു എന്ന ഒരു വാർത്തയായിരുന്നു. അധ്യാപികയാണ് നമ്മുടെ കൂടെ ചേരുന്നത്. വെള്ളയാങ്കുടി സെൻറ്റ് ജെറോം സ്കൂളിലെ അധ്യാപികയായിട്ടുള്ള ജിഷാപ്പി മാണിയാണ്. അധ്യാപികയ്ക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. എന്താ ടീച്ചറെ സംഭവിച്ചത്? ഞാൻ മിനിഞ്ഞാന്ന് കട്ടപ്പന ഇടുക്കി കവല അമ്പലത്തിൻ്റെ പുറകിലുള്ള വീട്ടിൽ സെൻസസ് എടുക്കാൻ പോയ സമയത്ത് ആ വീട്ടിലെ നായ കടിച്ചതാണ്. അപ്പം നായ കൂടിനകത്തായിരുന്നു. ഞാൻ വീട്ടിൽ സെൻസസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നായ കൂട് തുറന്ന്, എൻ്റെ കൂടിലെ കുറ്റി ശരിയായില്ലായിരുന്നു തോന്നുന്നു. അപ്പോൾ കൂട് തുറന്ന് വന്ന് കാലേ കയറി കടിക്കുകയാണ് ചെയ്തത്. കടി വിട്ടില്ല. ഞാൻ വീട്ടിനകത്തേക്ക് കയറിയപ്പോഴും നായയും പിടിവിടാതെ അകത്തേക്ക് കയറി കടിച്ച് മുറിവുണ്ട്. പല്ല് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ ഹസ്ബൻഡ് ട്രൈബൽ സ്കൂളിലുണ്ടായിരുന്നു. പുള്ളിയെ വിളിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ 20 ഏക്കർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ചികിത്സ എടുത്തു. അത്യാവശ്യം പരിക്കുന്നുണ്ട് ഉണ്ടല്ലേ? കാലിന് പരിക്കുണ്ട്. ഇഞ്ചക്ഷൻ എടുത്തു, വാക്സിൻ എടുത്തിട്ടുണ്ട്. കോഴ്സുണ്ട്, 4 ദിവസത്തെ കോഴ്സ് കൂടി ഇനിയുണ്ട്. അവരെ വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് അതിനെ മോചിപ്പിക്കാൻ കഴിഞ്ഞില്ലേ? അവർ വീട്ടിലുണ്ടായിരുന്നുകൊണ്ട് പിടിച്ചു. പക്ഷേ ആ പട്ടി വലിയ പട്ടി ആയതുകൊണ്ട് അവർ ഇച്ചിരി പിടിക്കാനായിട്ട് ഇച്ചിരി പാടുപെട്ടു. കാരണം വലിയ പട്ടി ആയതുകൊണ്ട് വിടുവിക്കാൻ ഇച്ചിരി നേരം എടുത്തു. അതുകൊണ്ട് പല്ലിറങ്ങിയത്. ഇനിയിപ്പോൾ ജോലിക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോകണ്ടേ? എത്ര വീടുകൾ കൂടി ഇനി കയറാനുണ്ട്? എനിക്ക് 500 വീടുണ്ട്. ടൗൺ ആയതുകൊണ്ട് 500 വീട് ഉണ്ട്. സെൻസസ് ഹൗസ് ഉണ്ട്. അതിൽ 368ാമത്തെ വീട്ടിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇനി എനിക്ക് 130ഓളം വീടുകളുണ്ട്. ഞാൻ ബാക്കി കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ പട്ടികടി ഉണ്ടായി അതിനുശേഷം ഉണ്ടായ ഈ ചികിത്സയാണ് അതിന് വലിയ ബുദ്ധിമുട്ടല്ലേ? അതെ, നമ്മൾ ചെയ്യണമല്ലോ അത്. എത്ര ഇഞ്ചക്ഷൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട് ആദ്യ ഡോസ് ഇപ്പം മുറിവിന് ചുറ്റും ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 7 ഇഞ്ചക്ഷൻ എടുത്തു, മുറിവിന് ചുറ്റുമുള്ളത്. പിന്നെ ആദ്യത്തെ ഡോസ് വാക്സിൻ എടുത്തു. ഇനി അടുത്ത ഡോസ് നാളെ. അപ്പോൾ ഒരു 4 ഡോസ് ഇനിയുണ്ട്. ഇനി ഞാൻ പോകുമ്പോഴാണെങ്കിൽ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് പോകാം അല്ലേ? അതെ. മറ്റുള്ള അധ്യാപകരും സമാന രീതിയിലുള്ള ദുരനുഭവങ്ങൾ പറയാറില്ലേ? ഉണ്ട്. എല്ലാവർക്കും തന്നെ ഈ പട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ്. അപ്പോൾ എല്ലാവരും വീടുകളിൽ പോകുമ്പം പട്ടിയുടെ വീട് ചോദിച്ചുകൊണ്ടാണ് കയറുന്നത് തന്നെ. വീട്ടിലെ പട്ടിയുണ്ടോ, ഒന്ന് പിടിക്കാവോ എന്ന് ചോദിച്ചുകൊണ്ടാണ് എല്ലാ വീടുകളിലും തന്നെ കയറുന്നത്. ടീച്ചേഴ്സ് എല്ലാവരും തന്നെ പറയാറുണ്ട് അങ്ങനെ അനുഭവം. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ആയതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ഒരാൾ തന്നെ പോകുമ്പോഴാണ് വീട്ടിൽ അങ്ങനെ ആളുണ്ടോ, പട്ടിയെ പിടിക്കാൻ ആളുണ്ടോ, പട്ടി അഴിച്ചു വിട്ടേക്കാണോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും ഈ വാർത്ത കാണുന്ന പ്രിയ പ്രേക്ഷകർ അതൊന്ന് ഓർത്തിരിക്കണം. ഈ സെൻസസ് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അധ്യാപകരൊക്കെ പലപ്പോഴും വീട്ടിലെത്താറുണ്ട്. പലപ്പോഴും നിങ്ങൾ വീട്ടിലില്ലെങ്കിലും നിങ്ങൾ വളർത്തുനായെ അയച്ചു വിട്ടിട്ടായിരിക്കും പുറത്തേക്കൊക്കെ പോകുന്നത്. അതുകൊണ്ട് ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ ഈ നായയൊക്കെ ഒന്ന് കെട്ടി കൂട്ടിലാക്കി വരികയാണെങ്കിൽ ഇവർ വന്ന് ഇവരുടെ ജോലി കഴിഞ്ഞ് പൊക്കോളും. ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങൾ സംസ്ഥാനത്ത് ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി പ്രിയ പ്രേക്ഷകരുടെയും എല്ലാവരുടെയും ഭാഗത്തുനിന്നും കൂടി ഉണ്ടാകണം എന്നാണ് നമുക്കും ആവശ്യപ്പെടുവാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതി മാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.